Good day, my dear friends. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ബ്രിസ്ബനിലെ ബിഗസ്റ്റ് ഷോപ്പിംഗ് മാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇറ്റ്സ് ഇൻ സൗത്ത് ബ്രിസ്ബൻ. അപ്പോൾ നമ്മൾ സാധാരണ ഷോപ്പിംഗ് മാളിൽ നമ്മളെല്ലാവരും പോകുന്നത് നമ്മൾ എന്തെങ്കിലും കുറച്ച് ഡ്രസ്സോ സാധനങ്ങളോ ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അതിനല്ല. ദിസ് ഇസ് സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. പക്ഷേ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ നേറ്റീവ് ബയോടോപ്പ് ടാങ്ക് നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. അപ്പോൾ ഈ ബയോടോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള തനതായ മീനുകളെയും സാധനങ്ങളെയും വെച്ച്, അതായത് ക്യൂൻസ്ലൻഡ് ഓസ്ട്രേലിയയിലുള്ള മീനുകളെയും സാധനങ്ങളെയും വെച്ച് ഉണ്ടാക്കുന്ന ഫിഷ് ടാങ്കാണിത്. പക്ഷേ ഈ ഫിഷ് ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഐറ്റം ഉണ്ട്. നിങ്ങളെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള പണ്ട് കാലം മുതലേ ഉള്ള ഡൈനോസറിൻ്റെ കാലം മുതലുള്ളൊരു മീൻ ഇതിനകത്തുണ്ട്. അതിനെ ഉൾപ്പെടെ ഈ ഫുൾ വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഗുഡ് ഡേ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കരണ്ടയിലുള്ള വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് മാളിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ നേറ്റീവ് ബയോടോപ്പ് ടാങ്ക് കാണാം. ആ കൂടെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ സ്പെഷ്യൽ മീനുവേ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇട്ടേക്കുന്ന ടീഷർട്ടിൽ നല്ലൊരു മീനിൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ? അപ്പം ഈ ഹെവി ടീഷർട്ട് നമ്മുടെ മെർച്ചായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ഷോപ്പിംഗ് ലിങ്ക് ഉണ്ട്. അതിൽ കയറി നോക്കിയാൽ യു ആർ ഏബിൾ ടു ബൈ ദിസ്. അപ്പോൾ നിങ്ങൾക്ക് ടീഷർട്ട് ഇങ്ങനത്തെ കുറേ ഫിഷ് റിലേറ്റഡ് മേർച്ച് അല്ലെങ്കിൽ അക്വേറിയം റിലേറ്റഡ് മേർച്ച് ഒക്കെ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ദർ ആൻഡ് ചെക്ക് ഔട്ട് ദ ഷോപ്പ്. അപ്പോൾ നമ്മുടെ സ്റ്റോറിൻ്റെ പേര് സ്കൈപ്പർ എന്നാണ് കേട്ടോ. അപ്പം ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. ഒരു 8 feet ടാങ്കാണ്. നമ്മുടെ നേരെ മേളിലൊരു എസ്കലേറ്ററാണ്. അതിൻ്റെ കീഴെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു നൈസ് കോർണർ. നമ്മുടെ 8 feet ബയോടോപ്പ് ടാങ്ക് എന്തിനാണ് ഇവരിവിടെ ചെയ്തേക്കുന്നതെന്ന് ഞാൻ പറയാം. ഈ ടാങ്കും അതിന് ചുറ്റും അവർ നോട്ടിഫിക്കേഷനും എല്ലാം വെച്ചേക്കുന്നത് ഇതിനകത്തെ മീനുകളൊക്കെ എന്തുവാന്നൊക്കെയാണ്. നോക്കിക്കഴിഞ്ഞാൽ ഓരോ മീനിനെ പറ്റിയും അതിൻ്റെ കഥയും പരിപാടിയും എല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഷോപ്പ് ചെയ്യാൻ വരുന്നത്, ഇത് ഞാൻ പറഞ്ഞു വൺ ഓഫ് ദി ബിഗസ്റ്റ് ഷോപ്പിംഗ് മാൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റി വന്ന് വായിക്കാനും പഠിക്കാനും ഇവിടെ നേറ്റീവായിട്ടുള്ള, ഇപ്പം നമ്മുടെ നാട്ടിൽ കരിമീൻ, പള്ളത്തി, പരലെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവരുടെ സ്വന്തം മീനുകളെ എന്തൊക്കെയാണെന്ന് അവരെ അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി, അതുവഴി ഇതുങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഈ നേറ്റീവ് ബയോടോപ്പ് ടാങ്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഓസ്ട്രേലിയൻ മീനിൻ്റേതായ തനതായ ഒരു ശൈലിയും ഭംഗിയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിപ്പം നേറ്റീവ് ഫിഷ് എന്ന് കുറേ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഇതിനകത്തുള്ള മീനുകൾ ഓരോന്നിനെയായിട്ട് നിങ്ങളെ അങ്ങ് പരിചയപ്പെടുത്തി തന്നേക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിതിനകത്ത് കാണേണ്ട ഒരു മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ മോണോ ഏഞ്ചൽ ഫിഷാണ്. അതാണ് ഗ്രൂപ്പായിട്ട് ഇതിനകത്തോടെ നീന്തിക്കൊണ്ടിരിക്കുന്നത് മീൻ. അപ്പോൾ അതിനെ കാണാൻ നല്ല രസമാണ്. അതൊരു സെമി ബ്രാക്കിഷ്, അതൊരു ഉപ്പുവെള്ളം കയറി കിടക്കുന്ന ഒരു കായലും പുഴയും ഒക്കെ കൂടി ചേരുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്തുള്ള മീനാണത്. നല്ല ഭംഗിയാണ്. നമ്മുടെ അക്വേറിയത്തിലെ ഏഞ്ചൽ ഫിഷിനെ പോലെ തന്നെ ഇരിക്കും. നല്ല പക്ഷേ ഒരു യെലോയും നല്ല സിൽവർ പാറ്റേണെ കൊണ്ട് 2 വരയൊക്കെ ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ഫിഷാണ്. അതിങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ സിൽവർ കളറിൽ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസം കേട്ടോ. കണ്ടാൽ പിടിച്ച് പൊരിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാന്ന് തോന്നി. ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളൊരു മീനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷേ either way it's a beautiful fish. A beautiful schooling fish would be the right word. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ കണ്ണിൽപ്പെട്ട ഒരു വെറൈറ്റി മീനെന്ന് പറഞ്ഞാൽ നോർത്തേൺ ക്യൂൻസ്ലൻഡിലുള്ളൊരു മീനാണ്. അപ്പോൾ അങ്ങ് മേളിൽ നോർത്തിലായ പോലെ തന്നെ ഇവന്മാർ ടാങ്കിൻ്റെ മേളിൽ കൂടെ തന്നെയാണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ആർച്ചർ ഫിഷാണ്. അപ്പോൾ ആർച്ചർ ഫിഷ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുതൽ ഓസ്ട്രേലിയയുടെ മേള് വരെ ഉള്ളതാണ്. ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലും ഉള്ളതാണ് കുറേയൊക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ഹണ്ടിങ് ബിഹേവിയർ ഉള്ളൊരു ഫിഷാണ്. 2-3 മീറ്റർ അകലെ വെള്ളത്തിന് മേളിലിരിക്കുന്ന ഇൻസെക്റ്റുകളെ, പ്രാണികളെയൊക്കെ വെള്ളം അടിച്ച് തെറിപ്പിച്ച് വെള്ളത്തിൽ വീഴ്ച വന്ന് അടിക്കുന്നൊരു മീനാണ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഹണ്ടിങ് ബിഹേവിയർ ഉള്ളൊരു വെറൈറ്റി ഫിഷാണ് ആർച്ചർ ഫിഷ്. അത് ക്യൂൻസ്ലൻഡ് വേറൊരു നേറ്റീവ് ഫിഷാണ്.
അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് കാണുന്നൊരു മീനെന്ന് പറഞ്ഞാൽ നല്ലൊരു മുഷി പോലെ ഇരിക്കുന്ന ഐറ്റമാണ്. അത് 2 ഉണ്ട്. അതൊരു പേരെന്ന് പറഞ്ഞ് ഈൽ ടെയിൽ ക്യാറ്റ് ഫിഷ് അല്ലേ, ക്യാറ്റ് ഫിഷ്. പിന്നെ ഈൽ ടെയിൽ ക്യാറ്റ് ഫിഷ് ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിനകത്ത് വരുന്നൊരു സാധനമാണ് റണ്ടാൽ ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നത്. നല്ലൊരു മുഷി പോലത്തെ ഒരു ഐറ്റമാണ്. ഈലിൻ്റെ പകുതി പിൻഭാഗവും ക്യാറ്റ് ഫിഷ് അല്ലെ മുഷിയുടെയൊക്കെ തലയും വരുന്നൊരു മീനാണ് അടുത്തത്. അതാണ് റണ്ടാൽ ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നത്. അമ്മ 2 നടപ്പുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ബിഹേവിയർ ആയിട്ട് അതിങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഫോറേജ് ചെയ്ത് സാൻഡിനകത്തോട്ട് തപ്പി സിഫ്റ്റ് ചെയ്ത് പോകും. അത് അത്യാവശ്യം വലുതാകും, ഒരു 10-30 സെൻറ്റിമീറ്ററൊക്കെ വലുതാകുന്ന മീനാണ്. പക്ഷേ ഓസ്ട്രേലിയയുടെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ക്യാറ്റ് ഫിഷാണ്. ഓസ്ട്രേലിയ ക്യാറ്റ് ഫിഷുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ അതിനകത്ത് പെടുന്ന ഒരു അപൂർവ ഇനം മീനാണ്. എന്നാൽ അതിനെ കാണാൻ പറ്റിയത് നല്ല അടിപൊളിയായിട്ടുള്ളതാണല്ലോ. നിങ്ങളെ കാണിക്കാൻ പറ്റിയത് അതിൽ സന്തോഷം. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മീനാണ്. പക്ഷേ ഒരുപക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും കളറുള്ള മീനും അതായിരിക്കും. മറ്റൊന്നുമല്ല, നച്ചർ എന്നാണ് നാട്ടിൽ പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഞാൻ യൂട്യൂബ് വീഡിയോയിൽ ആൾക്കാർ പിടിക്കുന്നേ കണ്ടുള്ളൂ. ഇവിടെ ഇതിനെ വിളിക്കുന്നത് സ്കാറ്റ് എന്നാണ്. അപ്പോൾ ഇത് പരന്നിട്ടുള്ളൊരു മീനാണ്. മേളിലൊരു മുള്ളുണ്ട്. ഈ ചൂണ്ട പിടിക്കുന്നവരൊക്കെ അത്യാവശ്യം സൂക്ഷിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അത് കൊണ്ടു കഴിഞ്ഞാൽ നല്ലപോലെ വേദന എടുക്കും. പക്ഷേ മറ്റൊന്നുമല്ല, ഇതിന് കാണാൻ നല്ല അടിപൊളി സാധനമാണ്. ഒരു അക്വേറിയത്തിലെ ഒരു ഗോൾഡ് ഫിഷ് വരെ മാറി നിൽക്കുന്ന പോലെ നല്ല കളറുള്ളൊരു മീനാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിനകത്തൊരു 4 പീസ് കിടപ്പുണ്ട് കേട്ടോ. എന്നാലും അതിങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുന്നതും അതിന് ക്യാമറ ഷൈനസ് എന്ന് പറയുന്നൊരു സാധനം വരും. നമ്മൾ അതിൻ്റെ അടുത്ത് നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഇത് ഓടി നമ്മുടെ മുമ്പിലോട്ട് വരും. വേറൊരു മീനെ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാത്ത പോലെ തന്നെ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് അത് ഓടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. എന്നാലും നിങ്ങൾക്കിതിനെ ഒന്ന് കണ്ടു നോക്കാം. അടിപൊളി ഐറ്റം അല്ലേ. അപ്പോൾ ഗൈസ്, ഇത്രയും നേരം കണ്ട മീനെയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയും, നമ്മൾ അവസാനം നിങ്ങൾക്കൊരു സാധനം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡൈനോസറുകളുടെ കാലം മുതലുള്ളൊരു മീനാണ് കേട്ടോ അത്. അതിനെ ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ. ഓസ്ട്രേലിയ ക്യൂൻസ്ലൻഡ് ബ്രിസ്ബൻ ഏരിയ മാത്രമേ ഭൂമിയിൽ ഇതുള്ളൂ. ഈ വൺ ഓഫ് ദി മോസ്റ്റ് പ്രീഹിസ്റ്റോറിക് ഫിഷ്. അതിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, അതിന് കൈകളുണ്ട് കേട്ടോ. നോട്ട് മെനി ഫിഷ് ഹാവ് ദാറ്റ്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ അതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇന്നത്തെ. പക്ഷേ അത് എത്തുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ മീനും മുഷിയായിട്ട് സാമ്യമുള്ള മീനെ കണ്ടു. അതുപോലെ സാമ്യമുള്ള ഒരു ഐറ്റം കൂടെ ഉണ്ട് ഇവിടെ, സ്നേക്ക് ഹെഡ് ഗഡ്ജൻ. സ്നേക്ക് ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വരാല്, വാഹ, ഇതിൻ്റെ തലയും വേറെ ഒരു ഓസ്ട്രേലിയൻ നേറ്റീവ് മീനിൻ്റെ ബാക്കി ഭാഗം ഉള്ള പോലത്തെ ഒരു മീനാണ്. ഈ ഓസ്ട്രേലിയൻ മീനുകൾക്കെല്ലാം വളരെ നാട്ടിലെ മീനുമായിട്ട് ഒരു ഭാഗത്തിന് സാമ്യം കാണും. ബാക്കിയെല്ലാം ഒരു പറയും ഒരു യുണീക്ക് സ്റ്റൈലും ആയിരിക്കും കേട്ടോ. പുള്ളി അധികം ഓടി നടക്കത്തൊന്നുമില്ല. ഇങ്ങനെ അനങ്ങുന്ന ഒരു ക്ലിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ എത്ര നേരം നിന്നിട്ട് ഇതൊക്കെ കിട്ടിയെന്നറിയാവും. പക്ഷേ എന്നാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ഫിഷ്. അതും ഒരു പ്രെഡേറ്ററി ഫിഷാണ്. അതിന് അത്യാവശ്യം കഴിക്കാൻ ഒരു മുഴുപ്പുള്ള മീനായിട്ട് കൊടുത്താൽ സിമ്പിളായിട്ട് നമ്മുടെ വരാലും ചെറുമീനൊക്കെ അടിക്കുന്ന പോലെ ഒന്ന് അടിക്കുകയും ചെയ്യും. എന്നാൽ സ്നേക്ക് ഹെഡ് ഗഡ്ജൻ നല്ല കുഴപ്പം സാധനമാണ്. ഏതാണെങ്കിലും കണ്ടു നോക്കി. മാത്രമല്ല നല്ല ഡിസൈനും പാറ്റേണും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് കാണാൻ നല്ല രസമാണ്. എനിക്ക് മേടിക്കണമെന്ന് വളർത്തണമെന്നും ആഗ്രഹമുള്ളൊരു മീനാണ്. ഓക്കെ, ഈ സ്നേക്ക് ഹെഡ് ഗഡ്ജനെ നമ്മൾ കണ്ടു. ഇനിയുള്ള സാധനമാണ് നമ്മുടെ മെയിൻ ഐറ്റം. അതിനെ കാണാൻ ഇച്ചിരി പാടാണ്. ഞാൻ പറഞ്ഞ പ്രീഹിസ്റ്റോറിക് മീനാണ്. ഇതേ കക്ഷി ഇവിടെ ഉണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, ഇതാണ് ടീം. ഇറ്റ് ഈസ് എൻ ഓസ്ട്രേലിയൻ ലങ് ഫിഷ്. എൻ്റെ പൊണ്ണ്, നല്ല മുട്ട സാധനം. എൻ്റെ ഒരു കൈയുടെ ഇത്രയും നീളമുണ്ട്. നല്ല അടിപൊളി ഐറ്റം. അതിൻ്റെ ആ സ്കെയിലും ആ സൂക്ഷിച്ച് നോക്കി അതിൻ്റെ കൈയൊക്കെ നമുക്ക് കാണാം. നല്ല അടിപൊളി സാധനം. പുള്ളി ഈ ഫിഷ് ഇത്രയും നേരം അനങ്ങുന്നില്ലായിരുന്നു, ഇപ്പോഴാണ് ഓടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ ലങ് ഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ലങ്സ് ഉണ്ട്, എയർ ശ്വസിക്കാം, പിന്നെ 100 വർഷത്തോളം ജീവിക്കും, ഒരു 2 മീറ്ററോളം നീളം വെക്കും, ഒരു 100 കിലോ തൂക്കവും വെക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു ഐറ്റമാണ് ഈ ഓസ്ട്രേലിയൻ ലങ് ഫിഷ് എന്ന് പറയുന്നത്. ഈ സാധനം ബ്രിസ്ബനിൽ മാത്രമേ ഉള്ളൂ. അത് ഇവിടെ മാത്രം യുണീക്കായിട്ട് കണ്ടുവരുന്നൊരു സാധനമാണ്. പിന്നെ അക്വേറിയം ട്രേഡുകളിൽ ഇതിനെ കാണാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം ഇത് നേച്ചറിൽ വളരെ റയറായിട്ട് ഇല്ലാതായിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസും കൂടാണ്. അപ്പോൾ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷനാണ് അതിന് പ്രധാന കാരണം. ഇത് മുട്ടയിടുന്ന സ്ഥലങ്ങൾ റിവറും ഒക്കെ ഫ്ലഡും പരിപാടിയൊക്കെ വന്ന് അതൊക്കെ നശിച്ചു പോയിട്ട് ഇതിൻ്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ ഓസ്ട്രേലിയൻ ലങ് ഫിഷിനെ പിടിക്കുന്നതെല്ലാം ഇവിടെ ബാൻഡാണ്. പിന്നെ ഇതിനെ വളർത്തുന്നവർ ഇതിന് സർട്ടിഫിക്കറ്റും പരിപാടിയൊക്കെ നമ്മുടെ ഏഷ്യൻ അറോണയൊക്കെ വളർത്തുന്ന പോലത്തെയാണ്. കാട്ടി നല്ല പിടിച്ച് ഇന്ന ബ്രീഡറിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ നമ്മുടെ നേറ്റീവായിട്ടല്ലാതെ ക്യാപ്റ്റിവിറ്റി തന്നെ ഉണ്ടായിരുന്ന മീനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമുക്കിതിനെ വളർത്താൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഫിഷ് ടു കം ബൈ. അപ്പോൾ ഓസ്ട്രേലിയക്ക് പുറത്ത് ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. എന്നാലും നമ്മുടെ ഇവിടുത്തെ ആറ്റിലൊക്കെ ഉള്ള റേറ്റുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രീ ഹിസ്റ്റോറിക് ഫിഷ്. as you can see. അതിൻ്റെ സ്കെയിലൊക്കെ കണ്ടാൽ തന്നെ അറിയാം, ഒരു ചെറിയ ഡൈനോസറിൻ്റെ ലുക്കില്ലെന്ന് ആരും തന്നെ പറയുകയില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഷോപ്പിംഗ് മോളിനകത്തെ അക്വേറിയം, അതായത് ഓസ്ട്രേലിയൻ നേറ്റീവ് ബയോടോപ്പ് അക്വേറിയം എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. പക്ഷേ നമ്മൾ ചെയ്യാനായി നിങ്ങൾക്ക് മോട്ടിവേഷനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻ കേസ് ഇതൊക്കെ ആർക്കെങ്കിലും അയച്ചൊന്ന് ഷെയർ ചെയ്താൽ പോലും ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. അപ്പം I'll see you in the next video. Till then, family, you take care.